നമസ്കാരം. ഇത്തവണത്തെ IPL പ്രവചനാതീതമായി മുന്നോട്ടു പോവുകയാണ്. പ്രതീക്ഷിച്ച ടീമിൽ നിന്നും പ്രതീക്ഷയ്ക്കൊത്ത കളി കാണാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. 5 തവണ കിരീടം നേടിയ CSK ടേബിളിൽ ഏറ്റവും താഴെയാണ്. കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ KKRഉം പ്രതീക്ഷയ്ക്കൊത്ത കളി പുറത്തെടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതുപോലെ റണ്ണറപ്പുകളായ കഴിഞ്ഞ തവണത്തെ വെടിക്കെട്ട് ബാറ്റർമാരായ സൺറൈസേഴ്സ് ഹൈദരാബാദും തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. മറ്റൊരു ടീം പരിശോധിക്കുമ്പോൾ സഞ്ജു സാംസന്റെ രാജസ്ഥാനാണ്. രാജസ്ഥാൻ റോയൽസിൽ എല്ലാവരും വലിയ പ്രതീക്ഷയാണ് ഇത്തവണ വച്ചിരുന്നത്. പരിശീലകനായി രാഹുൽ ദ്രാവിഡ് കൂടി എത്തിയതോടെ രാജസ്ഥാൻ കപ്പിലേക്ക് എത്തുമെന്ന സജീവ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ 9 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 7ാം തോൽവിയോടെ രാജസ്ഥാൻ പിന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തവണത്തെ രാജസ്ഥാന്റെ പിന്നോട്ടു പോക്കിന്റെ പ്രധാന കാരണം ടീമിന്റെ മെഗാ ലേലത്തിലെ മണ്ടൻ പദ്ധതികളും ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് കൊണ്ടുവന്നത് ദ്രാവിഡാണ്. എന്നിട്ടും ഇരുവരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മോശമാവാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അതിൽ പറയപ്പെടുന്നത് ജോസ് ബട്ട്ലറെ നിലനിർത്തണമെന്ന സഞ്ജുവിന്റെ ആവശ്യം ടീം തള്ളി എന്നതാണ്. രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഏറ്റവും മിസ് ചെയ്യുന്ന താരങ്ങളിൽ ഒരാളാണ് ജോസ് ബട്ട്ലർ. അതിവേഗം റൺസ് ഉയർത്തുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസ് ബട്ട്ലർ സഞ്ജുവുമായി അടുത്ത ബന്ധമുള്ളവരിൽ ഒരാളായിരുന്നു. സഞ്ജുവും ബട്ട്ലറും തമ്മിൽ നിരവധി മത്സരങ്ങളിൽ മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ബട്ട്ലറുമായി അടുത്ത സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്നു. എന്നാൽ ബട്ട്ലറെ നിലനിർത്തണമെന്ന സഞ്ജുവിന്റെ ആവശ്യം ദ്രാവിഡ് അംഗീകരിച്ചില്ല. ഇതോടെ ബട്ട്ലറെ ലേലത്തിന് മുമ്പ് തന്നെ ഒഴിവാക്കി. ഇത്തവണ രാജസ്ഥാന്റെ പ്രധാന പ്രശ്നം ബട്ട്ലറെ പോലെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള താരത്തിന്റെ അഭാവമാണ്. ഓപ്പണർമാർ നൽകുന്ന മികച്ച തുടക്കം മുതലാക്കി മുന്നോട്ട് സ്കോർ ഉയർത്താൻ ആളില്ല. ബട്ട്ലർ ഓപ്പണറായി ഇറങ്ങി നിരവധി തവണ വലിയ ഇന്നിംഗ്സ് കളിച്ചിട്ടുണ്ട്. ഇത്തരമൊരു താരം ഇപ്പോൾ ടീമിലില്ലാത്തത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ബട്ട്ലറെ നിലനിർത്തണമെന്ന സഞ്ജുവിന്റെ ആവശ്യം ദ്രാവിഡ് അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ നിരാശ രാജസ്ഥാൻ നായകന് ഉണ്ടായിരുന്നു. ബട്ട്ലറെ ഒഴിവാക്കിയതിന്റെ നിരാശ പലതവണ സഞ്ജു തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ബട്ട്ലറെ ഒഴിവാക്കിയതിന്റെ നിരാശ എന്താണെന്ന് രാജസ്ഥാനും ദ്രാവിഡും തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇനി മറ്റൊരു കാരണം പരിശോധിക്കാം. ട്രെന്റ് ബോൾട്ട് രാജസ്ഥാനായി ന്യൂ ബോളിൽ കിടിലൻ പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളാണ്. സഞ്ജുവിന്റെ മനസ്സറിഞ്ഞ് പവർ പ്ലേയിൽ വിക്കറ്റുകൾ നേടാനും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും ബോൾട്ടിനായിരുന്നു. നായകൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ ആത്മവിശ്വാസമായിരുന്നു ബോൾട്ട്. എന്നാൽ ബോൾട്ടിനെ രാജസ്ഥാൻ ഇത്തവണ വിട്ടുകളഞ്ഞു. ധ്രുവ് ജുറേലിനെ നിലനിർത്തുന്നതിന് പകരം ബോൾട്ടിനായി കൂടുതൽ തുക മുടക്കണമെന്ന് സഞ്ജു നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ 14 കോടിക്ക് ജുറേലിനെയും 11 കോടിക്ക് ഷിറോൺ ഹെറ്റ്മെയറിനെയും നിലനിർത്തി. രണ്ടുപേരും ഇപ്പോൾ രാജസ്ഥാന്റെ അന്തകന്മാരായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ബോൾട്ടിനെ കൈവിട്ട് പകരം ജോഫ്ര ആർച്ചറിനെ കൊണ്ടുവന്നതിലും സഞ്ജുവിന് അതൃപ്തിയുണ്ട്. സമീപകാലത്തായി മോശം പ്രകടനമാണ് ആർച്ചർ നടത്തിയിരുന്നത്. എന്നിട്ടും ആർച്ചറെ ടീമിലെത്തിക്കുകയായിരുന്നു. പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന സഞ്ജുവിന്റെ വാക്കുകളെ ആകെ തള്ളിക്കളയുകയാണ് ദ്രാവിഡ് ചെയ്തത്. പേസ് ഓൾറൗണ്ടറെ കൊണ്ടുവരാത്തതിൽ സഞ്ജുവിന് കടുത്ത നിരാശയുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജസ്ഥാനെ ബാധിച്ചിരുന്ന പ്രധാന പ്രശ്നം മികച്ച ഓൾറൗണ്ടർമാരുടെ അഭാവമാണ്. നിലവിലെ രാജസ്ഥാൻ ടീമിലെ 6ാം നമ്പർ കഴിഞ്ഞാൽ ബാറ്റ് കൊണ്ട് പ്രതീക്ഷ വയ്ക്കാവുന്ന താരങ്ങളില്ലെന്ന് തന്നെ പറയാം. സ്പിൻ ഓൾറൗണ്ടറായി ഹസരംഗയാണ് കൊണ്ടുവന്നത്. ഇത് കാര്യമായി ഗുണം ചെയ്തില്ല. മഹേഷ് തീക്ഷണയും കാര്യമായൊന്നും ചെയ്യുന്നില്ല. സഞ്ജു പേസ് ഓൾറൗണ്ടറെ ആവശ്യപ്പെട്ടിട്ടും രാജസ്ഥാൻ പരിഗണിക്കാത്തതിൽ ക്യാപ്റ്റന് അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് അഭിപ്രായ ഭിന്നതയ്ക്കും കാരണമായിട്ടുണ്ടായിരുന്നു.